പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ അമേരിക്ക. ഇന്ത്യക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയച്ചു. ഓഗസ്റ്റ് 27 മുതൽ 50% താരിഫ് നടപ്പിലാക്കും. US ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പാണ് ഇന്ത്യക്ക് നോട്ടീസ് നൽകിയത്. റഷ്യ-യുക്രൈൻ സംഘർഷം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് നോട്ടീസ് നൽകിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നിന്ന് 50% തീരുവ ഇരട്ടിയാക്കാനുള്ള പദ്ധതികൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം പ്രഖ്യാപിക്കുകയും നടപ്പാക്കാനുള്ള സമയപരിധി ഓഗസ്റ്റ് 27 നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% US തീരുവ ചുമത്തുമെന്ന തീരുമാനത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു. എത്ര സമ്മർദ്ദം വന്നാലും അതിനെ ചെറുക്കാനുള്ള ശക്തി തങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് മോദി പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചാലും ഇന്ത്യൻ കമ്പനികൾ എണ്ണ വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്കുമേൽ 25% തീരുവ ചുമത്താനുള്ള തീരുമാനം നീതീകരിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോഴും ട്രംപ് തീരുമാനം പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായികൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിട്ട് ഇന്ത്യൻ റിഫൈനർമാർ. US-ന്റെ ഉയർന്ന താരിഫാണ് റിഫൈനർമാരെ പിന്തിരിപ്പിക്കുന്നത്. റഷ്യൻ ക്രൂഡ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നവരിൽ ഇന്ത്യയിലെ റിഫൈനറികൾ ഉൾപ്പെടുന്നു. എന്നാൽ വരും ആഴ്ചകളിൽ തങ്ങളുടെ വാങ്ങലുകൾ വെട്ടിക്കുറയ്ക്കാനാണ് ഇവരുടെ പദ്ധതി. US താരിഫ് വർധന വന്നാലും റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യക്ക് പദ്ധതിയില്ല എന്നതിന്റെ സൂചന കൂടിയാണിത്. ഹെവി വെയ്റ്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്വകാര്യ പ്രോസസ്സറുകൾ ഒക്ടോബർ ലോഡിംഗിനും അതിനുശേഷവും പ്രതിദിനം 1.4 ദശലക്ഷം മുതൽ 1.6 ദശലക്ഷം ബാരൽ വരെ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ താൽപര്യപ്പെടുന്ന ട്രംപ് ഭരണകൂടം റഷ്യയുമായുള്ള രാജ്യത്തിന്റെ ഊർജ്ജ വ്യാപാരത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന US താരിഫുകളുടെ ഇരട്ടിയാക്കലും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ ട്രംപുമായി ഒരു വ്യാപാര കരാറിൽ എത്തുകയും യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിന് US ഇന്ത്യയുടെ സമ്മർദ്ദം ലഘൂകരിക്കുകയും ചെയ്താൽ സ്ഥിതിഗതികൾ മാറിയേക്കാം. ഇന്ത്യൻ ഓയിൽ റിഫൈനറി റിലയൻസ്, നയാര എനർജി ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവർ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബംഗളൂരുവിനും ഫുക്കറ്റിനുമിടയിൽ ദിവസേന നേരിട്ടുള്ള വിമാന സർവീസുമായി ആകാശ എയർ. ഒക്ടോബർ 1 മുതലാണ് സർവീസ്. അതോടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രശസ്ത ടൂറിസ്റ്റ് ദ്വീപിലേക്ക് ദിവസേന സർവീസ് ഉണ്ടാകും. മുംബൈക്കും ഫുക്കറ്റിനും ഇടയിൽ നിലവിൽ പ്രതിദിന സർവീസുണ്ട്. വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും പങ്കാളി പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ബുക്കിംഗ് തുറന്നിട്ടുണ്ടെന്ന് എയർലൈൻ അറിയിച്ചു. ഫ്ലൈമോർ എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് 20% വരെ കിഴിവ് ലഭിക്കും. രാവിലെ 6:25 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുകയും ഉച്ചയ്ക്ക് 12:40 ഫുക്കറ്റിൽ എത്തുകയും ചെയ്യും. തിരിച്ചുള്ള വിമാനം 1:40 ഫുക്കറ്റിൽ നിന്ന് പുറപ്പെട്ട് 4:40 ബംഗളൂരുവിൽ ഇറങ്ങും. ദോഹ, ജിദ്ദ, റിയാദ്, അബുദാബി, കുവൈറ്റ് സിറ്റി, ഫുക്കറ്റ് എന്നിവയുൾപ്പെടെ 24 ആഭ്യന്തര സർവീസുകളും 6 അന്താരാഷ്ട്ര സർവീസുകളും നിലവിൽ ആകാശ എയറിനുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്കാർക്ക് റഷ്യയിൽ തൊഴിലവസരം. ഇലക്ട്രോണിക്സ് മേഖലയിലാണ് ഇന്ത്യക്കാർക്ക് കൂടുതൽ ജോലി സാധ്യത. റഷ്യയിൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് ഇലക്ട്രോണിക്സ് യന്ത്രമേഖലയിൽ തൊഴിലവസരങ്ങളുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യക്കാർക്ക് റഷ്യയിൽ കൂടുതൽ അവസരമൊരുക്കുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ അഭിപ്രായപ്പെട്ടു. കൂടുതൽ വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികളെ സ്വീകരിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. റഷ്യയ്ക്ക് മാനുഷിക ശക്തി ആവശ്യമാണ്. റഷ്യയുടെ നിയമചട്ടക്കൂടുകളിൽ നിന്ന് ഇന്ത്യക്കാരെ നിയമിക്കാൻ റഷ്യ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ നിരവധി ഇന്ത്യക്കാർ കൂടുതലായി നിർമ്മാണം, തുണിത്തര മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. യന്ത്രസാമഗ്രികളിലും ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിലും ജീവനക്കാരെ ആവശ്യമുണ്ട്. ജോലിക്കായി കൂടുതൽ ഇന്ത്യക്കാർ റഷ്യയിലേക്ക് എത്തുമ്പോൾ പാസ്പോർട്ട് പുതുക്കൽ, ഭരണപരമായ പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺസുലേറ്റ് സേവനം കൂടുതലായി വേണം. വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് പേയ്മെന്റ് സംവിധാനം ലളിതമാക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 2 രാജ്യങ്ങളിലെയും മന്ത്രാലയങ്ങളിൽ നിന്നും കേന്ദ്ര ബോർഡുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം ചർച്ചകൾ നടത്തുന്നുണ്ട്. US, കാനഡ, UK എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ തൊഴിലാളികൾക്കായി റഷ്യ വാതിലുകൾ തുറക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ മരുന്നുകൾക്ക് 75% വരെ വില കുറച്ചു. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഉപകാരപ്രദമായ നടപടിയെന്ന് വിലയിരുത്തൽ. 1000-ലധികം മരുന്നുകളുടെ വില ഗണ്യമായി വെട്ടിക്കുറച്ച് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. 1019 മരുന്നുകൾക്ക് 15% മുതൽ 75% വരെ വില കുറച്ചതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ, വേദന സംഹാരികൾ, ആന്റി ഇൻഫ്ലമേറ്ററി ആന്റിബയോട്ടിക്കുകൾ, പ്രതിരോധശേഷി, അലർജി, മാനസികാരോഗ്യം,
ആന്റി ഡിപ്രസന്റുകൾ, മാനസിക രോഗം, ദഹനസംബന്ധം, ഭാരം കുറയ്ക്കൽ തുടങ്ങി വിവിധതരം ചികിത്സാ വിഭാഗങ്ങളിലെ മരുന്നുകൾക്കാണ് വിലക്കുറവ് ബാധകമാകുക. മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച വരുത്താതെ എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്നതാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത മരുന്നുകളുടെയും അവയുടെ വിലകളുടെയും പൂർണ്ണ പട്ടിക ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.